അപ്പോ നമ്മള് ഇന്ന് പോയവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കോംപ്രിഹെൻഷനിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ അതേ നോക്കിക്കേ, ഇവിടെ നമുക്ക് ആദ്യം എന്ത് തന്നിട്ടുണ്ട്, ഒരു പോയം തന്നിട്ടുണ്ട്. ചിലപ്പോ ഇത്ര ഉള്ള ഒരു പോയ ആയിരിക്കില്ല, ഇതിൽ നിന്ന് ചിലപ്പോൾ വലിയ ലോങ് ആയിട്ടുള്ള പോയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ പോയം ഒന്ന് വായിക്കാം. The silver sun softly smiled at dawn. The breeze whispered secrets across the lawn. My heart was a blazing fire of delight, and dreams took wing in the golden light. The sky was like a sapphire sea, floating above the hills so free. The rain sang sweetly through the trees, while deep grasping change in the breeze എന്നുള്ളതാണ് നമ്മുടെ പോയം. ഓക്കെ, അപ്പോ ഈ പോയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പോ നമ്മൾ നോക്കുമ്പോ ആദ്യം കാണാൻ പോകുന്ന ഒരു ചോദ്യം ചിലപ്പോൾ ഇതായിരിക്കും, ദി എക്സ്പ്രഷൻ സിൽവർ സൺ സോഫ്റ്റ്ലി എന്ന് പറയുന്നത് എന്തിനുള്ള എക്സാമ്പിൾ ആണ് എന്ന് ചോദിക്കും. അപ്പൊ അത് നമുക്ക് അറിയണമെങ്കിൽ താഴത്തെ ഇവിടുത്തെ ഓപ്ഷൻസ് നമുക്ക് കാണാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് അസോണൻസ് ആണ്. അപ്പോ നമുക്ക് അസോണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. പിന്നെ ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് സിമിലി ആണ്. അങ്ങനെയാണെങ്കിൽ സിമിലി എന്താണ് എന്നുള്ളത് നമുക്കറിയാം. ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നത് അലിട്രേഷൻ ആണ്. അപ്പൊ നമുക്ക് അലിട്രേഷൻ എന്താണെന്നും അറിയണം, അതേപോലെ നമുക്ക് മെറ്റഫർ എന്താണെന്നും അറിയണം. അപ്പൊ ചോദിക്കും, ഇതെല്ലാം പോയറ്റിക് ഡിവൈസസ് ആണ്. അപ്പൊ ഇങ്ങനെ പോയറ്റിക് ഡിവൈസസ് മാത്രമായിരിക്കില്ല ചോദ്യങ്ങൾ. ചിലപ്പോ ഈ പോയറ്റിന്റെ തീം എന്താണ് എന്നുള്ളത് ചോദിക്കുക. അത് നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഈ വരിയുടെ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഒരു വരിയുടെ, ചിലപ്പോൾ ദ ബ്രീസ് വിസ്പേർഡ് സീക്രട്ട് അക്രോസ് ദി ലോൺ എന്ന് പറയുന്ന വരിയുടെ മീനിങ് എന്താണെന്ന് ചോദിക്കും. അപ്പൊ അത് നമുക്ക് ചിലപ്പോ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇച്ചിരി ഒന്ന് പാടുപെട്ടു പോകുന്ന ഒരു പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ പോയറ്റിക് ഡിവൈസസിന്റെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കുറച്ച് പോയറ്റിക് ഡിവൈസസിനെ കുറിച്ചിട്ട് നമുക്ക് അറിവുണ്ടായിരിക്കും. അപ്പൊ വിചാരിക്കും ഇതെല്ലാം കാണാതെ പഠിക്കേണ്ടി വരും, അയ്യോ പാടായിരിക്കും എന്നുള്ളൊരു സംഭവം മൈൻഡിലേക്ക് ആരും കൊണ്ടുവരണ്ട. കാരണം എന്താന്ന് വെച്ചാല് സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അത് എന്താണ് എന്നുള്ളത് നമ്മുടെ മൈൻഡിലേക്ക് വേഗം വരും. അപ്പൊ അതാണ് ഈ പോയറ്റിക് ഡിവൈസസുകളുടെ ഒരു ഗുണം. നമുക്ക് ചെറുതായിട്ടൊന്ന് ആ ഒരു എക്സാമ്പിൾ വെച്ച് പഠിച്ചു കഴിയുമ്പോൾ തന്നെ പിന്നീട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആ എക്സാമ്പിൾ ആദ്യം ഓർമ്മ വരും. അതുവഴി നമുക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ ഈ പോയറ്റിക് ഡിവൈസസില് നമ്മള് ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നോക്കിക്കേ, അലിട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്. അപ്പൊ അലിട്രേഷൻ എന്ന് പറയുമ്പോ ഇവിടെ തന്നിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് നോക്കി, ദി റെപ്പിറ്റേഷൻ ഓഫ് ദി സെയിം കൺസണന്റ് സൗണ്ട് അറ്റ് ദി ബിഗിനിങ് ഓഫ് നിയർ ബൈ വേർഡ്സ് ഇൻ എ സിംഗിൾ ലൈൻ. അപ്പൊ ഇങ്ങനെ കാണാൻ പഠിക്കണം. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആയിട്ടൊരു സംഭവമാണ്. ഒരു പോയത്തിൽ നമുക്കറിയാം കുറെ വരികൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഒരു വരിയില് കുറെ വേർഡ്സ് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാലോ. അപ്പൊ ആ വേർഡ്സിന്റെ ആദ്യം ഇവിടെ താഴെ നോക്കിക്കേ, വൈൽഡ് വിൻഡ്സ് വിസിൽ ത്രൂ ദി വുഡ്സ് എന്ന് പറയുന്ന ഈ ഒരു വരികളാണ്. അപ്പൊ ഇതില് നമുക്ക് ഇവിടെ കാണാം എന്ത് ചെയ്യുന്നുണ്ട്, കൺസണന്റ് സൗണ്ട് ആയിട്ടുള്ള ഡബ്ല്യു എന്ന് പറയുന്നത് എന്ത് ചെയ്തിരിക്കുകയാണ്, ഇവിടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അതായത് ഒരു സിംഗിൾ ലൈനില് അതിലുള്ള വേർഡ്സിന്റെ ആദ്യം സെയിം ആയിട്ടുള്ള കൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും, നമ്മള് അലിട്രേഷൻ എന്ന് നമ്മള് പറയും. അപ്പൊ ഇത് ഈ ഡെഫിനിഷൻ ഇതുപോലെ കാണാതെ പഠിക്കണം എന്നില്ല. നമ്മൾ ഇത്രയും പഠിച്ചാൽ മതി. വൈൽഡ് വിൻഡ്സ് വിസിൽഡ് ഇൻ എ ലൈൻ എന്ന് പഠിച്ചു വെച്ചു. ഇവിടെ ത്രൂ ദ വുഡ്സ് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ ആ എക്സാമ്പിളിനെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് വൈൽഡ് വിൻഡ്സ് വിസിൽഡ് ഇൻ എ ലൈൻ എന്ന് നമുക്ക് പഠിച്ചു വെക്കാം. അപ്പൊ അതിൽ തന്നെ എന്തുണ്ട്, ആ എക്സാമ്പിളിൽ തന്നെ ഇതിന്റെ എന്തുണ്ട്, ഇതിന്റെ ഉത്തരം കിടക്കുന്നു. അപ്പൊ നോക്കുമ്പോ നമുക്കറിയാം, നമ്മൾ ശ്രദ്ധിക്കുമ്പോ വൈൽഡിലെ ഡബ്ല്യു, അതുപോലെ വിൻസിലെ ഡബ്ല്യു, അതുപോലെ തന്നെ വിസിൽഡ് എന്ന് പറയുന്ന വേർഡിലെ എന്താണ്, ഡബ്ല്യു എന്ന് പറയുന്ന കൺസണന്റ് ലെറ്റർ ഒരു വരിയില് ആവർത്തിച്ച് വന്നിരിക്കുകയാണ്. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ അലിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അലിട്രേഷൻ ഓക്കെ ആണോ? ഓക്കെ ആണ്, ഓൾ സെറ്റ് ആണ്. അപ്പൊ അലിട്രേഷൻ സെറ്റ് ആയി. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഡെഫിനിഷൻ കാണാതെ പഠിക്കേണ്ട, ഈ ഒരു ചെറിയ എക്സാമ്പിൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി.
ഇനി അടുത്ത ഒന്നാണ് ചോദ്യം വരാൻ പോകുന്നത്. ഇതുപോലെ തന്നിട്ട് താഴെ തന്നിരിക്കുന്നവയില് അസോണൻസിനുള്ള എക്സാമ്പിൾ ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു വരി തന്നിട്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് തിരിച്ചറിയാം. അപ്പൊ അതിന് അസോണൻസ് എന്താണെന്ന് ചോദിക്കുമ്പോ ദി റിപ്പീറ്റേഷൻ ഓഫ് ദി സെയിം വവൽ സൗണ്ട് in nearby words usually in the middle of the words. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതില് alliteration എന്ന് പറയുമ്പോ കൺസണന്റ് സൗണ്ട് ഒരു വരിയിലെ വാക്കുകളുടെ ആദ്യം തുടക്കത്തിൽ ആവർത്തിച്ച് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ അസോണൻസ് എന്ന് പറയുമ്പോൾ എന്താ, സിമ്പിളാ. അതായത് ഇവിടെ ആവർത്തിച്ച് വരുന്നത് കൺസണന്റ് സൗണ്ട് ആയിരിക്കില്ല, വവൽ സൗണ്ട്സ് ആണ്. അതായത് എ ഇ ഐ ഒ യു എന്ന് പറയുന്ന വവൽ സൗണ്ടുകള് ഇതേപോലെ ഒരു സിംഗിൾ ലൈനിന്റെ വാക്കുകളുടെ മിഡിലില് അല്ലെങ്കിൽ നടുക്ക് ആവർത്തിച്ച് വരികയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും, അസോണൻസ് എന്ന് പറയും. അപ്പൊ വ്യത്യാസം എന്ന് പറയുമ്പോ അലിട്രേഷൻ എന്ന് പറയുമ്പോ എന്താണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, കൺസണന്റ് ആണോ വവലാണോ? കൺസണന്റ്. യെസ്, അലിട്രേഷനില് കൺസോണന്റ് സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നെങ്കിൽ അസോണൻസില് വവൽ സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അലിട്രേഷനില് എന്താണ് നമ്മുടെ കൺസോണന്റ് സൗണ്ട് ഒരു വരിയിലെ വാക്കുകളുടെ ആദ്യമാണ് വരുന്നതെങ്കിൽ അസോണൻസ് എന്ത് ചെയ്യും, നമ്മുടെ ഈ വവൽ സൗണ്ട് എന്ന് പറയുന്നത് വാക്കുകളുടെ മധ്യത്തിലാണ് വരിക. അപ്പൊ അതിനെന്തേ ഈ എക്സാമ്പിൾ പഠിച്ചാൽ മതി. കാറ്റ് സാറ്റ് ഓൺ എ മാറ്റ് എന്നുള്ളതാണ് എക്സാമ്പിള്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓർത്തിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം, കാറ്റ് സാറ്റ് ഓൺ എ ലൈൻ എന്ന് പഠിച്ചു വെച്ചിരുന്നാലും മതി. അപ്പൊ ഇവിടെ നോക്കിക്കേ, കാറ്റിന്റെ നടുക്കുള്ള എ അതുപോലെ സാറ്റിന്റെ എയും എന്ത് ചെയ്തിരിക്കുകയാണ്, ഇവിടെ ആവർത്തിച്ച് വന്നിരിക്കുകയാണ്. അപ്പൊ അതിനെ നമ്മൾ എന്തെന്ന് പറയും, അസോണൻസ് എന്ന് പറയും. അപ്പൊ ഇതാണ് അലിട്രേഷനും അസോണൻസും തമ്മിലുള്ള ഏറ്റവും വലിയ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതെ, ഈ ചോദ്യത്തിൽ ഈ പറഞ്ഞ ഏതോ ഒരെണ്ണമാണ് വന്നിരിക്കുന്നത്. ഏതൊക്കെ പറയാൻ വേണ്ടിട്ട് പറ്റുമോ? ദ എക്സ്പ്രഷൻ സിൽവർ സൺ സോഫ്റ്റ്ലി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അസോണൻസ് ആണോ, സിമിലി ആണോ, അലിട്രേഷൻ ആണോ, മെറ്റഫർ ആണോ? സിമിലി മെറ്റഫർ നമ്മളിപ്പോ പഠിച്ചില്ല. ഈ അസോണൻസിനും അലിട്രേഷനും ഏതോ ഒന്നാണ് ഇതിൽ വരുന്നത്. ഏതാണെന്ന് പറയാൻ പറ്റുമോ? അസോണൻസ്. ഒന്നുകൂടി. രണ്ടും വരുന്നുണ്ടല്ലോ. പക്ഷേ നമ്മുടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, വവൽ സൗണ്ടുകള് ഒരേപോലുള്ള സൗണ്ടുകള് അല്ലെങ്കിൽ അക്ഷരങ്ങള് ലെറ്റേഴ്സ് വരണം. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. കൺസോണന്റ് സൗണ്ടും ഒരേ ലെറ്റേഴ്സ് എസ് വന്നാൽ ഇവിടെ എസ് തന്നെ ആവർത്തിച്ച് വരണം അലിട്രേഷൻ. അതുപോലെ നമ്മൾ അസോണൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ എന്ത് തന്നെ ആവർത്തിച്ച് വരണം. ഇവിടെ ഐ വന്നെങ്കിൽ ഇവിടെയും ഐ തന്നെ വരണം, ഇവിടെയും ഐ തന്നെ വരണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഡിഫറെന്റ് ആയിട്ടുള്ള വവൽ സൗണ്ട്സ് ആ ഇവിടെ വന്നേക്കുന്നത്, അല്ലെങ്കിൽ വവൽ ലെറ്റേഴ്സ് ആ വന്നേക്കുന്നത്. അപ്പൊ അസോണൻസ് വരുമോ? ഇല്ല, അലിട്രേഷൻ. അലിട്രേഷനേ വരുള്ളൂ കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ചിലപ്പോ ഇതങ്ങ് വിട്ടുപോകും. നോക്കുമ്പോ എ ഇ ഐ ഒ യു ഉണ്ട് അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് ചൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, എസ് ഉണ്ട്, സിൽവർ ലെസ് ഉണ്ട്, സൺ ലെസ് ഉണ്ട്, സോഫ്റ്റ്ലി എന്ന് പറയുന്നതിൽ ലെസ് ഉണ്ട്. അപ്പൊ ഇത് വരുന്നത് അലിട്രേഷൻ ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കാനുള്ളത് ഇത്രയാണ്. ഒരു വരിയിലായിരിക്കും വാക്കുകളുടെ ആദ്യമാണ് സെയിം കൺസണന്റ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ കൺസണന്റ് സൗണ്ട്സ് ആണെങ്കിൽ അത് അലിട്രേഷൻ ആവും. ഒരു വരിയില് ഉള്ള വാക്കുകളുടെ അടുത്തടുത്തുള്ള വാക്കുകളുടെ നടുക്ക് വവൽ ലെറ്റേഴ്സ് ഒരേപോലെയുള്ള വവൽ ലെറ്റേഴ്സ് ആവർത്തിച്ച് വരികയാണെങ്കിൽ അത് അസോണൻസ് ആവും. അപ്പൊ ഇനി അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ലല്ലോ, ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ അസോണൻസ് ആയി, അലിട്രേഷൻ ആയി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിമിലിയാണ്. സിമിലി എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ നമുക്ക് കാണാം. എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് കമ്പയർസ് ടു ഡിഫറെന്റ് തിങ്സ് യൂസിങ് ലൈക്ക് ഓർ അസ്. അതായത് രണ്ട് വസ്തുക്കളെ തമ്മില് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന് പറയുന്ന വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മള് എന്ത് പറയാ, പൊയറ്റിക് ഡിവൈസിനെ അല്ലെങ്കിൽ ആ ഒരു ഫിഗർ ഓഫ് സ്പീച്ചിന്. ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോഴത്തേക്കും
പോയത്തിനൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ സ്റ്റൈലിനെയാണ് നമ്മൾ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയാ. അപ്പൊ അതിൽ വരുന്നത് ഒന്നാണ് നമ്മുടെ ഈ സിമിലി. അപ്പോ ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന് പറയുന്ന രണ്ട് വേർഡ്സ് പോയത്തിലെ ഏതൊരു ലൈനിൽ കണ്ടാലും വിചാരിച്ചു വേണം അതെന്താണ്, സിമിലിയാണ്. സിമിലി പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഈ രണ്ട് വേർഡ് പഠിച്ചാൽ മതി, ലൈക്ക് അല്ലെങ്കിൽ ആസ്. അപ്പൊ പോയത്തിൽ ഒരു ലൈൻ നോക്കുമ്പോ അതിൽ ലൈക്ക് ഉണ്ട് അല്ലെങ്കിൽ ആസ് ഉണ്ടെങ്കിൽ അതിനർത്ഥം അത് സിമിലി ആണെന്നാണ്. ഇവിടെ നമുക്ക് നോക്കാം, ഷീ ഈസ് ആസ് ബിസി ആസ് എ ബി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്താണ്, ആസ് എന്ന് പറയുന്ന ഒരു വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ അസോ ലൈക്കോ ഒക്കെ വരുമ്പോഴേക്കും ചിലതില് ലൈക്ക് ആയിരിക്കാം കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പൊ ഇത് രണ്ടില് ഏത് വന്നാലും സിമിലി ആണ് എന്നുള്ളതാണ് നമ്മുടെ അർത്ഥം. ഓക്കെ, വീണ്ടും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ സ്ക്രീൻ? ഓക്കെ, അപ്പൊ സിമിലി എന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഹസ കേട്ടോ, ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന് പറയുന്ന രണ്ട് വേർഡ്സ് ഒരു പോയത്തിലെ ഒരു വരിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഏത് പോയറ്റിക് ഡിവൈസ് ആണ് അല്ലെങ്കിൽ ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സംശയം ഇല്ലാതെ പറയാം അത് സിമിലി ആണ് എന്നുള്ളത് നമുക്ക് പറയാം. ഈ സിമിലിയെ പോലെ തന്നെ വേറൊരു സംഭവം കൂടിയുണ്ട്, അതാണ് നമ്മുടെ മെറ്റഫർ എന്ന് പറയുന്നത്. അപ്പോ സിമിലി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ലൈക്ക് അസ്, ഈ രണ്ട് വേർഡ്സ് നിങ്ങൾ മനസ്സിലേക്ക് വെക്കുക. വേറെ ഒന്നും പഠിക്കണ്ട, ഡെഫിനിഷൻ അങ്ങനെ ഒന്നും പഠിക്കണ്ട. ലൈക്ക് അസ് എന്ന് പറയുന്ന രണ്ട് വേർഡ് മാത്രം ഒന്നിച്ച് വെച്ചാൽ മതി. പിന്നെ നമ്മുടെ മെറ്റഫർ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, നേരെ തിരിച്ച എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് ഡയറക്ട്ലി കമ്പയർസ് two different things without using like or as. അതായത് സിമിലിയില് ലൈക്ക് അല്ലെങ്കിൽ അസ് എന്ന് പറയുന്ന വേർഡ് ഉണ്ട് എങ്കിൽ നമ്മുടെ മെറ്റഫറിൽ എന്തുണ്ടായിരിക്കില്ല, ലൈക്ക് അല്ലെങ്കിൽ അസ് എന്ന് പറയുന്ന വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യില്ല. ഒരു എക്സാമ്പിൾ പറയാം, ഹി ഈസ് ലൈക്ക് എ ലയൺ. അപ്പൊ അവിടെ ലൈക്ക് വന്നു, അപ്പൊ ഹി ഈസ് ലൈക്ക് എ ലയൺ എന്ന് പറയുമ്പോ ലൈക്ക് വന്നത് കൊണ്ട് അതെന്താണ്, സിമിലിയാണ്. അപ്പൊ അതിനെ നമുക്കൊന്ന് മെറ്റഫർ ആക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാ, ആ ലൈക്ക് എടുത്ത് മാറ്റുക. ഹി ഈസ് എ ലയൺ എന്ന് പറയുന്നത് അവൻ ഒരു സിംഹമാണ് എന്ന് നമ്മൾ പറയാം. അപ്പൊ അതെന്താണ്, അത് മെറ്റഫർ ആണ്. സിമിലിയില് ഹി ഈസ് ലൈക്ക് ലയൺ എന്ന് പറയുമ്പോ അവൻ ഒരു സിംഹത്തെ പോലെയാണ് എന്നാണ് പറയുന്നത്. പോലെ എന്നൊരു മീനിങ് എവിടെ വരുന്നു, ആ സിമിലിയിൽ വരുന്നു. നേരെ മെറ്റഫറിലേക്ക് വരുമ്പോ നമ്മൾ എന്തെടുത്ത് കളഞ്ഞു, ആ ലൈക്ക് എന്ന് പറയുന്ന സംഭവം അവിടെ നിന്ന് മാറ്റി. ഇപ്പൊ ഹി ഈസ് എ ലയൺ, അവനൊരു സിംഹമാണ് എന്ന് പറയുമ്പോ ആ സിംഹത്തിന്റെ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു വ്യക്തിയാണ് ആര്, അവൻ എന്നുള്ളതാണ് നമ്മള് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ ഈ സിമിലിയും മെറ്റഫറും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. സിമിലിയില് ലൈക്കും അസും വരും, മെറ്റഫറിലാണെങ്കിൽ ലൈക്കും അസും ഒന്നും വരൂല. അത് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നതാണ് എന്ത്, നമ്മുടെ മെറ്റഫർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ സിമിലിയും മെറ്റഫറും? ഓക്കെ ആണ്. ഓക്കെ, സ്പീഡ് ഒന്നും കൂടുന്നില്ലല്ലോ, ഓൾ സെറ്റ് അല്ലേ എല്ലാവർക്കും? രേവതിക്ക് ഓക്കെ അല്ലേ രേവതി? ഓക്കെ ആണ്. ആ ഓക്കെ. അപ്പൊ ഇനി നമ്മള് അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന എന്താണ്, പോയറ്റിക് ഡിവൈസ് അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ച് ആണ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും. പേഴ്സോണിഫിക്കേഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോ എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് ഗീവ്സ് human qualities or actions to animals, objects or ideas. അപ്പൊ നിങ്ങൾ ഇതും കാണാതെ പഠിച്ചു വെക്കണം, ഇതെല്ലാം കൂടി തിരിഞ്ഞു പോകൂലേ എന്നൊരു മനസ്സിൽ വരും. അങ്ങനെ വേണ്ട, ഈ പേഴ്സോണിഫിക്കേഷനും എക്സാമ്പിൾ വെച്ച് പഠിച്ചാൽ മതി. നോക്കിയാൽ നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. എന്നിട്ട് സംഭവം എന്താന്നുള്ളത് പറയാം. The trees dance in the breeze. അപ്പോ സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ല. ഈ മരങ്ങൾ എന്ത് ചെയ്യാണ്, കാറ്റത്ത് നൃത്തം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ മലയാള മീനിങ്. അപ്പൊ ഈ ഡാൻസ് ചെയ്യുക, നൃത്തം ചെയ്യുക എന്ന് പറയുന്നത് ചെയ്യുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ, മനുഷ്യരാണ്, അല്ലെങ്കിൽ അത് ഹ്യൂമന്റെ ക്വാളിറ്റിയാണ്. അപ്പൊ അവിടെ ഈ ഒരു ഹ്യൂമൻ ക്വാളിറ്റി എന്ത് ചെയ്തിരിക്കുകയാണ്, ഇവിടെ മറ്റൊന്നുമായിട്ട്, അതായത് ജീവനില്ലാത്ത ട്രീ എന്ന് പറയുന്ന ഒരു സംഭവവുമായിട്ട് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്.
അപ്പോ സിമ്പിൾ ആയിട്ട് പറയാം, അതായത് നമ്മുടെ ഹ്യൂമൻ ക്വാളിറ്റീസിനെയോ അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻസ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയോ അനിമൽസുമായിട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒബ്ജക്ട്സിനോ എന്തെങ്കിലും ഐഡിയാസിനോ നമ്മൾ എന്ത് ചെയ്യാണ് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും. ഈ ഒരു എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ ഈ സിമ്പിൾ എക്സാമ്പിൾ ആണ്, നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ്. ദ ട്രീസ് ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ് എന്ന് പറഞ്ഞാല് പെർസോണിഫിക്കേഷൻ ആണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും പെർസോണിഫിക്കേഷൻ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ആദ്യം ഈ എക്സാമ്പിൾ ദ ട്രീസ് ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ് എന്ന് പറയുന്ന എക്സാമ്പിൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് വെച്ച് കണക്ട് ചെയ്ത് എന്ത് ചെയ്യുക, ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കുക അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന വരി നോക്കുക എന്നുള്ളതാണ്. അതായത് ഹ്യൂമൻസിന്റെ ക്വാളിറ്റീസോ ആക്ഷൻസോ അനിമൽസിനോ, അതായത് ജീവൻ ഉള്ള അനിമൽസ് പോലുള്ള വസ്തുക്കളോ ബാക്കി ജീവനില്ലാത്ത ഒബ്ജക്ട്സിനോ ഒക്കെ എന്ത് ചെയ്യും, നമ്മളിത് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ അത് പേഴ്സോണിഫിക്കേഷൻ ആയിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് അലിട്രേഷൻ ആയിരുന്നു. അപ്പൊ അലിട്രേഷൻ എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എനിക്കൊന്നും അന്നേരം രേവതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. രേവതിക്ക് ഓർമ്മയുണ്ടോ അലിട്രേഷൻ എന്തായിരുന്നു എന്ന്? എന്തായിരുന്നു? ഒരു സിംഗിൾ ലൈനിൽ തന്നെ സെയിം കൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് ബിഗിനിങ്ങില്. ബിഗിനിങ്ങില് റിപ്പീറ്റ് ആയിട്ട് വരുമ്പോ അലിട്രേഷൻ ആണ്. മിഡിലില് എന്താണ്, വവ്വൽ സൗണ്ട്സ് സെയിം ആയിട്ടുള്ള വവ്വൽ സൗണ്ട് മിഡിലിൽ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ അത് അസോണൻസ് ആയിട്ട് മാറും. പിന്നെ സിമിലി നമ്മൾ പഠിച്ചു. ഹസയ്ക്ക് പറയാൻ പറ്റുമോ എന്തായിരുന്നു സിമിലി എന്നുള്ളത്? സിമിലിയില് ലൈക്കോ അസോ വരെയാണെങ്കിൽ അത് സിമിലിയാണ് ഒരു സെന്റൻസിൽ. മെറ്റഫറോ? മെറ്റഫറോയില് ലൈക്കും വരത്തില്ല അസും വരത്തില്ല. ലൈക്കും ആസും വരത്തില്ല. അതാണ് നമ്മുടെ മെറ്റഫർ എന്ന് പറയുന്നത്. പേഴ്സോണിഫിക്കേഷൻ എന്തായിരുന്നു എന്നുള്ളത് അലീനയ്ക്ക് പറയാൻ പറ്റുമോ? ഒരു ഹ്യൂമൻ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ആക്ഷൻസ് എന്തെങ്കിലും കൊടുക്കുന്നത് ഓക്കെ, അനിമലിനോ ഒബ്ജക്ട്സിനോ ഒക്കെ നമ്മള് ഈ ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുത്ത് പറയുകയാണെങ്കിൽ അതെന്താവുന്നു, അത് പേഴ്സോണിഫിക്കേഷൻ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇനി ഒരെണ്ണം കൂടിയുണ്ട്. നമ്മൾ ഒനമറ്റോഫിയ എന്ന് നമ്മള് പറയും. അപ്പോ അത് അധികം ഫെമിലിയർ ആയിട്ടുള്ളതല്ല, പക്ഷെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. അതെന്ന് പറയുമ്പോ എന്താണ്, ഇൻ വിച്ച് എ വേർഡ് ഇമിറ്റേറ്റ്സ് ഓർ സജറ്റ്സ് ദി നാച്ചുറൽ സൗണ്ട് ഇറ്റ് ഡിസ്ക്രൈബ്സ്. അതായത് ഒരു വസ്തുവിന്റെയോ അല്ലെങ്കിൽ എന്തിന്റെങ്കിലും ഒന്നിന്റെ സൗണ്ടിനെ അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വേർഡ്സിന്. അപ്പൊ അതായത് നമ്മുടെ ക്ലോക്കിന്റെ സൗണ്ട് ടിക് ടോക്ക് എന്നുള്ളതാണ്. അപ്പൊ നോക്കി, ഇത് ക്ലോക്ക് വെന്റ് ടിക് ടോക്ക്, അതേ സൗണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ചിലപ്പോ ആണെങ്കിൽ ഇതിൽ സ്പ്ലാഷിംഗ് ഓഫ് ദി വാട്ടർ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ആ സ്പ്ലാഷ് എന്ന് പറയുന്ന സൗണ്ട് നമ്മുടെ വാട്ടറിന്റെ സൗണ്ടാണ്. അപ്പൊ ഇതുപോലെ സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് ഏതെങ്കിലും ഒരു സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേർഡ് വന്നു കഴിഞ്ഞാൽ ഒരു പോയത്തിലോ അല്ലെങ്കിൽ ഒരു സെന്റൻസിലോ അത് വന്നു കഴിഞ്ഞാൽ അതെന്താണ്, പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്, ഒനമറ്റോഫിയ എന്നാണ് നമ്മള് അതിനെ പറയുന്നത്. അത്ര ഫെമിലിയർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ചോദിച്ചിട്ടുള്ള സ്കൂൾ ടെക്സ്റ്റിലൊക്കെ പഠിക്കാനുള്ള ഒരു പോയറ്റിക് ഡിവൈസ് ആണ് നമ്മുടെ ഈ ഓനമറ്റോഫിയ എന്നുള്ളത്. റിലേറ്റഡ് ടു സൗണ്ട്സ് എന്നുള്ളത് നിങ്ങൾ നോക്കി വെച്ചിരുന്നാൽ മതി. വേണമെങ്കിൽ ഈ എക്സാമ്പിൾസും പഠിച്ചു വെച്ചിരുന്നാലും മതി. ഓക്കെ, യെസ്, ഓക്കെ ആണോ ഈ പറഞ്ഞ ഇത്രയും പോയറ്റിക് ഡിവൈസസ്? ഓക്കെ ആണ്. ഓക്കെയാണ്, യെസ്. അപ്പൊ നമ്മളിത് പറഞ്ഞത് ഇവിടെ ആദ്യം നമ്മൾ തുടക്കത്തില് ഒരു പോയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പോയമായിട്ട് ബന്ധപ്പെടുന്ന ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഇതിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കിയിട്ടാണ് ഇതുപോലെയുള്ള പോയറ്റിക് ഡിവൈസസുകൾ ഉണ്ടെന്നും അതിന്റെ എക്സാമ്പിൾ എന്താണ് എന്നുള്ളത് നമ്മളിപ്പോ നോക്കിയത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒരു ചോദ്യം നോക്കാം. ഈ നേരത്തെ തന്നെ ആദ്യം കാണിച്ച പോയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ നോക്കിക്കേ, വിച്ച് figure of speech is used in
മൈ ഹേർട്ട് വാസ് എ ബ്ലേസിംഗ് ഫയർ ഓഫ് ഡിലൈറ്റ്. അതായത് ഈ വരിയിൽ മൈ ഹേർട്ട് വാസ് എ ബ്ലേസിംഗ് ഫയർ ഓഫ് ഡിലൈറ്റ് എന്ന് പറയുന്ന വരിയില് യൂസ് ചെയ്തിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരാറ്. അപ്പൊ അത് ചോദിച്ചത് നിങ്ങൾ നോക്കിക്കേ, സിമിലി വരുമോ, മെറ്റഫർ വരുമോ, അലിട്രേഷൻ വരുമോ, പേഴ്സോണിഫിക്കേഷൻ വരുമോ എന്നുള്ളത് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഏതാണ് വരിക എന്നുള്ളത്. സിമിലി ആവണമെങ്കിൽ ലൈക്ക് അല്ലെങ്കിൽ അസ് വേണം. മെറ്റഫർ ആണെങ്കിൽ അത് ഇത് തന്നെയാണെന്ന് പറയണം. അലിട്രേഷൻ ആണെങ്കിൽ ആ വാക്കുകളുടെ ആദ്യം കൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരണം. പേഴ്സോണിഫിക്കേഷൻ ആണെങ്കിൽ എന്താണെന്നുള്ളത് നമ്മൾ എപ്പോ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഒന്ന് നോക്കിക്കേ, ഏതായിരുന്നു ഉത്തരം? കിട്ടുന്നുണ്ടോ? ആണോ? മെറ്റഫർ ആണോ? നമുക്ക് നോക്കാം. ബാക്കിയുള്ളവരോ എന്താ തോന്നുന്നത്? മെറ്റഫർ ആണോ തോന്നുന്നത്? ഇനി ഒരാളൂടെ ഉണ്ടായിരുന്നല്ലോ, അലീന ഉണ്ടായിരുന്നല്ലോ. അലീനക്ക് എന്താ തോന്നുന്നത്? അലീന പറഞ്ഞില്ലാന്ന് തോന്നുന്നു. പറഞ്ഞായിരുന്നു. ഓക്കെ, മെറ്റഫർ ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം കറക്റ്റ് ആണ് കേട്ടോ. മെറ്റഫർ എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഉത്തരം. അതായത് എന്റെ ഹൃദയം എന്ന് പറയുന്നത് ആളി കത്തുന്ന ഒരു തീ പോലെയാണ് എന്നുള്ള ഒരു രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് മെറ്റഫർ ആണ് വരെ. അപ്പൊ അടുത്ത ചോദ്യം നോക്കിക്കേ, വിച്ച് ലൈൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ? അപ്പൊ താഴെ തന്നിരിക്കുന്ന വരികളിൽ നമ്മൾ നേരത്തെ കാണിച്ച പോയത്തിലെ വരികളാണിത്. അപ്പൊ ഇതില് ഏതാണ് നമ്മുടെ പേഴ്സോണിഫിക്കേഷന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? The breeze whispered secret across the lawn ആണോ? The sky was like a sapphire sea എന്നുള്ളതാണോ? Floating above the hills so free എന്നുള്ളതാണോ? My heart was a blazing fire of delight എന്നുള്ളതാണോ? ഇത് ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ എ. ഓക്കെ, യെസ്, ഓപ്ഷൻ എ തന്നെയാണ് ഇതിന്റെ ഉത്തരം. എന്ത് ചെയ്യാണ്? ബ്രീസ്, അതായത് കാറ്റ് ഒരു സീക്രട്ട് വന്ന് പറയുന്നു എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് നമ്മുടെ പേഴ്സോണിഫിക്കേഷൻ ആണ്. അപ്പൊ എപ്പോഴും പോയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കുറച്ച് വരികൾ തന്നിട്ട് ചോദിക്കാൻ പോകുന്ന അല്ലെങ്കിൽ എപ്പോഴും ചോദിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസസുകളാണ് നമ്മൾ